കശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് കുടിയേറി വന്ന കൗൾ ബ്രാഹ്മണ പരമ്പരയിലാണ് നെഹ്റു കുടുംബത്തിന്റെ പേരുകൾ. ഡൽഹി പോലീസിലെ കൊത്വാൾ അഥവാ ടൗൺ മജിസ്ട്രേറ്റ് ആയിരുന്ന ഗംഗാധർ നെഹ്റുവിന്റെ മക്കളായിരുന്നു നന്ദലാൽ നെഹ്റുവും മോത്തിലാൽ നെഹ്റുവും. മോത്തിലാലും മകൻ ജവഹർലാലും മകൾ ഇന്ദിരയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗധേയങ്ങളായി. നന്ദലാലിന്റെ മകൻ ബ്രജ്ലാൽ നെഹ്റു കശ്മീർ രാജാവിന്റെ ധനമന്ത്രി. ഇന്ദിരയുടെ മക്കൾ രാജീവും സഞ്ജയും. സഞ്ജയിന്റെ ഭാര്യ മേനകാ ഗാന്ധി ആദ്യമായി നെഹ്റു ഗാന്ധി പരിവാറിൽ നിന്ന് തെറ്റി. പിന്നീട് BJPയിലെത്തി, MP ആയി, മന്ത്രിയായി. നന്ദലാലിന്റെ പേരക്കുട്ടിയുടെ മകൻ ഇതേ സമയം മോത്തിലാലിന്റെ പേരക്കുട്ടി ഇന്ദിരയുടെ വിശ്വസ്തനായി കോൺഗ്രസിലെത്തി, അരുൺ നെഹ്റു. 1980 മേടക്ക് നിലനിർത്തി റായ്ബറേലി രാജിവെച്ചപ്പോൾ അരുൺ നെഹ്റു ഇന്ദിരയ്ക്ക് പകരം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി, MP ആയി. ഇന്ദിരയുടെ മരണശേഷം രാജീവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി. സഹമന്ത്രിയായാണ് വന്നതെങ്കിലും ഒരു ഘട്ടത്തിൽ രാജീവ് മന്ത്രിസഭയിൽ രണ്ടാമൻ എന്ന് അരുൺ നെഹ്റു വിലയിരുത്തപ്പെട്ടു. എന്നാൽ വൈകാതെ സുഹൃത്തുക്കൾ അകന്നു, ആജന്മ ശത്രുക്കളായി. വിശ്വനാഥ് പ്രതാപ് സിംഗിനും ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം ചേർന്ന അരുൺ നെഹ്റു രാജീവ് പതനത്തിന്റെ സൂത്രധാരനായി. അവർ പിന്നീട് മരിക്കുവോളം യോജിച്ചതേയില്ല. തലമുറകളുടെ ഇങ്ങേയറ്റത്ത് രാജീവിന്റെയും സഞ്ജയിന്റെയും മക്കൾ രണ്ട് കക്ഷികളിലെങ്കിലും സൗഹൃദം മുറിയാതെ മുന്നോട്ടു പോവുകയാണ്.